കൊക്കോയ്ക്കുണ്ടായ വിലത്തകർച്ചയുടെ ആഘാതത്തിൽ കർഷകർ. കഴിഞ്ഞ വർഷം 1000 മുതൽ 1200 രൂപ വരെ വിലയുണ്ടായിരുന്ന ഉണക്ക കൊക്കോയുടെ വില 400-ൽ എത്തി. വില വർദ്ധിച്ചതോടെ ചോക്ലേറ്റ് കമ്പനികൾ താൽക്കാലികമായി പിൻവാങ്ങിയതാണ് വില കുറയാൻ കാരണം. 200 രൂപയ്ക്ക് അടുത്തുവരെ എത്തിയ പച്ച കൊക്കോ വില 100 രൂപയ്ക്ക് താഴെയായി. കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയും കൊണ്ട് മറിഞ്ഞ കർഷകർക്ക് വിലയിടിവ് തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത്. ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന മറ്റ് രാജ്യങ്ങളിൽ ഉൽപാദനം കുറഞ്ഞതും കൊക്കോ പരിപ്പിനും മറ്റ് കൃത്രിമ ബദലുകൾ നിർമ്മിക്കാനാവാത്തതുമാണ് കൊക്കോയ്ക്ക് വിലസ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് തടസ്സം. വില ഉയരുമെന്ന് കരുതി കായ് ഉണക്കി സംഭരിച്ച കർഷകർക്കും ഉണക്കക്ക വാങ്ങി സംഭരിച്ച വ്യാപാരികൾക്കും വൻ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ചോക്ലേറ്റ് കമ്പനികൾക്കും ചെറുകിട വ്യാപാരികൾക്കും വില നിലനിൽക്കുന്ന ലോബിയുടെ ഇടപെടൽ മൂലമാണ് വിലയിടിഞ്ഞതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. മികച്ച വില ലഭിച്ചു തുടങ്ങിയതോടെ മറ്റ് കൃഷിക്കൊപ്പം കൊക്കോയ്ക്കും കർഷകർ പ്രാധാന്യം നൽകിയിരുന്നു. വലിയ മുതൽ മുടക്കും ആവശ്യമില്ലാത്ത കൃഷിയാണിത്. എന്നാൽ വലിയ രീതിയിൽ വിലയിടിഞ്ഞത് കർഷകരെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ മാർച്ചിൽ 1200 രൂപയ്ക്ക് മുകളിൽ ലഭിച്ചിരുന്ന കൊക്കോയ്ക്ക് ഈ മാസത്തിൽ പരമാവധി 400 രൂപയാണ് കർഷകർക്ക് ലഭിക്കുന്നത്. കൊക്കോയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് കൊക്കോ പരിപ്പ് ഉണങ്ങിയതിന് 1200 രൂപ വില കിട്ടുമായിരുന്നു. ഈ സമയത്ത് ഈ കാലയളവിൽ കിട്ടുന്നത് വെറും 400 രൂപയാണ്. വലിയ വിലയ്ക്കൊക്കെ വ്യാപാരികൾ എടുത്തിട്ട് അവർക്ക് പോലും നഷ്ടത്തിലിരിക്കുകയാണ്, പലപ്പോഴും വിൽക്കാൻ പറ്റാതെ. പുറത്തുനിന്നൊന്നും വ്യാപാരികൾ ഇപ്പോൾ കൊക്കോ പരിപ്പ് എടുക്കാൻ വരുന്നില്ല. കാഡ്ബറീസിൻ്റെയൊക്കെ വില കുത്തനെ ഉയരുമ്പോഴും ഇതിൻ്റെ വില ഇപ്പോഴും താഴേക്ക് പോവുകയാണ്. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം കൊക്കോയ്ക്ക് വിലയില്ലാത്തത് വളരെയധികം പ്രയാസകരമായിട്ടുണ്ട്. കൊക്കോ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ധാരാളം കൃഷിക്കാരുണ്ട്. ഇതിന് ഒരു സ്ഥിരമായ വില ലഭിക്കുന്നതിന് സർക്കാരോ അല്ലെങ്കിൽ വലിയ കമ്പനികളോ ഒക്കെ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഈ കൊക്കോ കൃഷി പാടെ നമ്മുടെ ഹൈ റേഞ്ചിൽ നിന്ന് പടിയിറങ്ങുക തന്നെ ചെയ്യും. ചെറുകിട വ്യാപാരികളിൽ നിന്ന് പാൽ ഉൽപ്പന്നങ്ങളും ചോക്ലേറ്റ് നിർമ്മിക്കുന്ന സഹകരണ സംഘങ്ങളുടെയും പ്രൈവറ്റ് കമ്പനികളുടെയും ഏജൻസികൾ കൊക്കോ ശേഖരിച്ച് ഗുജറാത്ത്, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിലെ ഫാക്ടറികളിലേക്കാണ് കയറ്റി അയക്കുന്നത്. പലരും റബ്ബറും മറ്റു കൃഷികളും വെട്ടിമാറ്റിയാണ് കൊക്കോ കൃഷിയിലേക്ക് തിരിഞ്ഞത്. വില ഉയർന്നപ്പോൾ പ്രതീക്ഷ ഏറെയായിരുന്നു. പെട്ടെന്ന് ഇത്രയും താഴുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. കൊക്കോയുടെ പതിവ് ശത്രുക്കളായ അണ്ണാൻ, കുരങ്ങ്, പന്നി എന്നിവയെ തുരുത്തി ഏറെ പ്രയാസപ്പെട്ടാണ് വിളവ് കാത്തു സൂക്ഷിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് കൊക്കോയുടെ ഉൽപാദനത്തിലും ഗണ്യമായ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനിടെ വിലസ്ഥിരത ഇല്ലാത്തത് കർഷകരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. കെ ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.